أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي آمين آمين برحمتك يا أرحم الراحمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നും എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടാത്തവർ വളരെ ചുരുക്കമാണ് അല്ലേ? രോഗങ്ങൾ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമുക്ക് മനസ്സിലാകും വേഗം, അതെന്താണ്, അസുഖം എന്താണ്, ആരെയാണ് കാണിക്കേണ്ടത്, ഏതാ ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ ചില രോഗങ്ങൾ നമുക്ക് പിടുത്തം തരൂല. ചില പെയിനായിരിക്കും, ചില ചൊറിച്ചിലായിരിക്കും, ചില പഴുപ്പായിരിക്കും. നമ്മൾ ഡോക്ടർമാർ മാറി മാറി കാണിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്കത് മാറിക്കിട്ടൂല. ആ സന്ദർഭങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. ഇതെന്താണ് എന്നെനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണേ പഠിച്ചോനെ. എന്നിട്ട് നമ്മൾ അതിൻ്റെ വഴികൾ തേടണം. അതായത് അന്വേഷണം മറ്റൊരു ഭാഗത്ത് നടക്കണം. അതേപോലെ തന്നെ രണ്ടാമത് ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇതിൻ്റെ ശരിയായ ട്രീറ്റ്മെൻറ്റ് ഏതാണ് എന്ന്, അവിടേക്ക് നീ എനിക്ക് ഒരു ഹിദായത്ത് തരണേ പഠിച്ചോനെ എന്ന് നമ്മൾ നന്നായിട്ട് ദുആ ചെയ്യണം. ദുആ ചെയ്തിട്ടിരുന്നാൽ പോരാ, നമ്മൾ എന്താക്കണം, എന്നിട്ട് അതിൻ്റെ വഴികളിലേക്ക് നമ്മൾ അന്വേഷണം നടത്തണം. രണ്ടാമത്തെ കാര്യം, നമ്മളോടൊരാൾ എന്തെങ്കിലും അസുഖങ്ങൾ രോഗങ്ങളുള്ള ഒരാൾ നമ്മളോട് ഇന്ന ട്രീറ്റ്മെൻറ്റ് ഞാൻ തയ്യാറായി, അതായത് ഒരു ഇത്തിരി സീരിയസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിന് റെഡിയായി എന്ന് നമ്മളോട് പങ്കുവെക്കുകയാണെങ്കിൽ, ഷെയർ ചെയ്യുകയാണെങ്കിൽ, ചിലപ്പോൾ അയാളുടെ ഫാമിലി ആയിരിക്കും, ആ രോഗിയുടെ പേഷ്യൻറ്റിൻ്റെ ഫാമിലി ആയിരിക്കും നമ്മളോട് പറയുന്നുണ്ടാവുക. അത് പിന്നെ ചിലപ്പം സർജറി ആയിരിക്കും, ചിലപ്പം കീമോതെറാപ്പി പോലുള്ളതായിരിക്കും, അതും അല്ലെങ്കിൽ റേഡിയേഷൻ പോലുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സംഗതി, ഒരു ട്രീറ്റ്മെൻറ്റ് പൊതുവേ നമ്മളത് സീരിയസ് ആണ് എന്ന് നമ്മുടെ ഒരു പൊതുബോധം ഉണ്ടല്ലോ, ആ ഒരു സംഭവം നമ്മളോട് ഷെയർ ചെയ്താൽ തീരുമാനിച്ച് കഴിഞ്ഞതാണ് എങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് എന്താക്കരുത്, അവരെ ബേജാറാക്കരുത്. അയ്യോ അതെന്തിനാ അങ്ങനെ ചെയ്യുന്നേ, ഇതിപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇതാണ് പ്രശ്നം, പിന്നെ ഇങ്ങനെ ചെയ്ത ആളുകൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തുണ്ട്, അല്ലെങ്കിൽ എനിക്കറിയുന്ന ആൾക്ക്, എന്നിട്ട് അത് പിന്നെ ശരിയായിട്ടില്ല, പറ്റിയ ബുദ്ധിമുട്ടാണായത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും അവരെന്താക്കരുത്. സ്നേഹം കൊണ്ടുള്ള ബേജാറാക്കലെന്ന് ഇതിന് പറയാം. സ്നേഹമാണ് ഇവിടെ, പക്ഷേ ഈ സ്നേഹം കൊണ്ട് നമ്മൾ എന്താക്കരുത്, ബേജാറാക്കാൻ പാടില്ല. നമുക്കെന്ത് പറഞ്ഞു കൊടുക്കാം, നിങ്ങൾ 2-3 ഡോക്ടർമാരോടൊക്കെ ചോദിച്ചതായിരിക്കൂലേ, ഒപ്പീനിയൻ എടുത്തതായിരിക്കൂലേ എന്ന് നമുക്ക് ചോദിക്കാം, വളരെ സാവധാനത്തിൽ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒപ്പീനിയൻ എടുക്കാത്തതാണ് എങ്കിൽ ഒപ്പീനിയൻ എടുക്കണം എന്നൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകും. സമാധാനപൂർവ്വം അവർക്ക് എന്താക്കാൻ പറ്റും, അങ്ങനെ നീങ്ങാൻ പറ്റും. ഇനി ഒപ്പീനിയൻ എടുത്തിട്ടുള്ള ആളുകളാണെങ്കിലോ അവർക്ക് അവരുടെ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകാനും സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. തീരുമാനമെടുത്തിട്ട് ഒരാൾ നമ്മളോടൊരു സംഗതി പറയുമ്പം അവിടെ പോയിട്ട് അതിന് ഇന്ന ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഇന്നടുത്ത് പോയിക്കൂടെ, അല്ലെങ്കിൽ ഇന്ന സർജറി ഇല്ലാതെ അത് മാറും, അങ്ങനെ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാറിയിട്ടില്ല എന്നിങ്ങനെയുള്ള വെപ്രാളങ്ങളൊന്നും നമ്മൾ പോയിട്ട് കാണിക്കാൻ പാടില്ല. ഓക്കെ. ഇനി മൂന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ അനുഭവം തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് ഈ ബാക്ക് പെയിൻ കാലിലേക്ക് ഇറങ്ങി, ബാക്ക് പെയിൻ കുറേ വർഷങ്ങളായിട്ടുണ്ട്, കാലിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. ഒരു ഘട്ടമെത്തിയപ്പം അതിൻ്റെ വേദന കൂടിക്കൂടി വന്നു. അതായത് ഒരു ഭാഗത്ത് ഞാൻ പെയിൻ കില്ലർ കഴിക്കുമ്പോഴും എനിക്ക് ഈ വേദന ഒട്ടും കുറയാതെ കൂടിക്കൂടി വന്നു. അത് ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ നേരാവണ്ണം കിടക്കാനോ പറ്റാത്തൊരവസ്ഥയിലേക്ക് അങ്ങനെ ആയി. അപ്പോൾ MRI പറഞ്ഞു, അതും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ MRI എടുത്തു, നിർബന്ധിതാവസ്ഥയാണ്, MRI എടുത്തു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഡോക്ടർമാർ പറഞ്ഞു, ഓർത്തോയും ന്യൂറോയും 2 പേരും കൂടെ വന്നിട്ടാണ് പിന്നെ സർജറിയാണ് പ്രതിവിധി എന്നുള്ളത് പറയുന്നത്. സർജറി എന്ന് പറയുമ്പോഴും അതിൽ ചെറുതും വലുതൊക്കെ ഉണ്ട്. എൻ്റേത് മേജർ സർജറിയാണ്, ഫിക്സേഷനും കൂടി വേണ്ടി വരും
എന്നുള്ളൊരു സംഗതി കൂടെ നമ്മളെ അറിയിക്കുകയാണ്. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. അതിൻ്റെ കൂടെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇന്ന് തന്നെ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് പെട്ടെന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി എനിക്ക് സംഭവിക്കാൻ പോകുന്ന എന്താണ് എന്നുള്ളതും കൂടെ അദ്ദേഹം പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ആകെ കൂടിയിട്ട് എന്താണ് ചെയ്യുക, ഞാനൊന്നാമത് നാട്ടിലുമല്ല ഉള്ളത് എന്നിങ്ങനെ മനസ്സൊക്കെ ആകെ കൂടി ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരു സമയം. ഒരു ഭാഗത്ത് വേദനയും, എൻ്റെ വേദന കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവനും എൻ്റെ മക്കളും ഉണ്ട്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ അന്ന് ഡോക്ടറോട് പറഞ്ഞു, ഞങ്ങൾ ഇന്ന് വീട്ടിൽ പോവാം, എന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വരാം. ഡോക്ടറിന് ഓക്കെ, കുഴപ്പമില്ല, നിങ്ങളുടെ അതാണല്ലോ, നിങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ് ഞങ്ങൾ വിട്ടു. ഞങ്ങൾ പിന്നെ ഇവിടെ എത്തി കുറേ ആളുകളെ, ഡോക്ടർമാരെ വിളിച്ച് അന്വേഷിച്ചു. നമുക്ക് പരിചയത്തിലുള്ളവർക്കൊക്കെ അയച്ചു കൊടുത്തു. ഹസ്ബൻഡ് ആ പണിയൊക്കെ ഒരു ഭാഗത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട് എന്നൊന്നും പറഞ്ഞാൽ പോലെ നമ്മളിങ്ങനെ കട്ടച്ചങ്ക് എന്നൊക്കെ പറയൂലേ, അവർ വന്നു എൻ്റെ അടുത്ത്. ഭക്ഷണം എടുത്തിട്ട് വന്നു. ഞാൻ കിടക്കായിരുന്നു. ഒരു ഭാഗത്ത് വേദന കൊണ്ട് കാലിങ്ങനെ പൊക്കി വെച്ചിട്ടാണ് ഉണ്ടായത്. അപ്പം എൻ്റെ അടുത്ത് വന്നിരുന്ന് പതുക്കെ എനിക്ക് ആ ഭക്ഷണം ഇങ്ങനെ വായിൽ വെച്ച് തന്ന് ഞാനൊന്ന് ഒരു ഏകദേശം ഒന്ന് റിലാക്സായി എന്ന് കണ്ട സമയത്ത് അവരെന്നോട് പറഞ്ഞത്, സാലിമ, ഇതിനെ ഈ വേദനയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമായിട്ടെടുക്കുക. അതിനുള്ള പ്രതിവിധിയായിട്ട് പറഞ്ഞ സർജറി ആണല്ലോ നമുക്ക് ഭയമുള്ളത്. ആ സർജറിയും പടച്ചവൻ്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമായിട്ടെടുക്കുക. എന്നിട്ട് അതിനെ നീ ഇഷ്ടത്തോടെ സ്വീകരിക്കുക. ആ ഇഷ്ടത്തോടെ എന്ന് പറയുന്നതിൽ അവർക്കൊരു തഖ്വയുണ്ടായിരുന്നു. അതവർ പറഞ്ഞ് കുറേ നേരം പല കാര്യങ്ങളും പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് ഒരുപാട് അസുഖങ്ങൾ ഭേദമായ കഥകളാണ് ഇവർ പറഞ്ഞു തരാം. അതാണ് എൻ്റെ ഈ ഒരു ഫ്രണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അതാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട് അവർക്ക്. അവർ പറഞ്ഞു തരുന്നത് മുഴുവൻ അസുഖങ്ങൾ ഭേദമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. എന്നിട്ട് അവർ ഒരു രാത്രി 10 മണിയൊക്കെ ആയപ്പോഴേക്കും അവരും അവരുടെ കൂടെ തന്നെ അവരുടെ പ്രിയപ്പെട്ടവനുണ്ടായിരുന്നു, 2 ആളും പോയി. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ തലയിൽ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇഷ്ടത്തോടെ സ്വീകരിക്കുക സാലിമ, ഇഷ്ടത്തോടെ സ്വീകരിക്കുക. ഇപ്പോഴും എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. ഒരു 2 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് സർജറി തീരുമാനിക്കാം. അപ്പോഴേക്ക് നമുക്ക് മറ്റുള്ളിടത്തു നിന്നൊക്കെ വിവരം കിട്ടിയിരുന്നു, സർജറിയാണ് ഇതിൻ്റെ പ്രതിവിധി എന്നുള്ളത്. നമ്മൾ അന്വേഷിച്ച ഡോക്ടർമാരൊക്കെ നമുക്ക് അതിൻ്റെ വിവരങ്ങൾ തന്നിരുന്നു. പിറ്റേന്ന് ഞങ്ങൾ പോയി ബാക്കി കാര്യങ്ങൾ നടന്നു. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, എനിക്കങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടി എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എനിക്ക് ഈ ഭൂമിയിൽ കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്നുള്ളത്. അൽഹംദുലില്ലാ. അതേപോലെ ഞാൻ എന്നോട് പറഞ്ഞതാണ്, അങ്ങനെ ഒരു ഫ്രണ്ട് ആവാൻ എനിക്കും കഴിയണം. ഫ്രണ്ട് എന്ന് മാത്രമല്ല, എൻ്റെ വീട്ടിലാണ് എങ്കിൽ എൻ്റെ വീട്ടിൽ, എൻ്റെ സഹോദരങ്ങൾക്കിടയിലാണെങ്കിൽ അവിടെ, എൻ്റെ സൗഹൃദങ്ങൾക്കിടയിലാണെങ്കിൽ അവിടെ, അങ്ങനെ ഒരാളാവാൻ എനിക്ക് പറ്റണം എന്നുള്ളതും കൂടി ഞാൻ അവിടെ എന്നോട് പറയായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അതാണ്. ഒന്ന്, നിങ്ങൾ അങ്ങനെ ഒരു സുഹൃത്താവുക. മറ്റൊന്ന്, അങ്ങനെ ഒരു സുഹൃത്തിനെ നിങ്ങൾ നേടുക എന്നുള്ളത്, അത് വലിയൊരു നേട്ടം തന്നെയാണ്. മറ്റൊരു കാര്യം നോട്ടീസ് ചെയ്തത്, ഒരാളെ സർജറി കൊണ്ടുപോയിരിക്കുകയാണ് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളെ അടുത്ത് നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ പുറത്ത് കാത്തു നിൽക്കുന്ന ബന്ധുക്കളെ, ഏറ്റവും അടുത്ത ബന്ധുക്കളായിരിക്കും ഉണ്ടാവുക, അവരെ വിളിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കും. അതായത് ഈ പേഷ്യൻറ്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ചോദിക്കും. എന്തായി, എപ്പോഴാണ് കൊണ്ടുപോയത്, കുറേ മണിക്കൂർ എടുക്കുമോ, എന്നിട്ട് പിന്നെ സർജറിയെക്കുറിച്ച് നമുക്ക് അറിയുന്നതും കേട്ടതും അറിയാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ ചോദിക്കുന്നതാണ്, ഇനി ICUവിൽ കിടക്കേണ്ടി വരുമോ, എത്ര ദിവസം കിടക്കേണ്ടി വരും, ICUവിൽ നിന്ന് നമ്മൾ റൂമിലാക്കിയാൽ തന്നെ ഹോസ്പിറ്റലിൽ കുറേ ദിവസം കിടക്കേണ്ടി വരും. ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആ കൊണ്ടുപോയത് പേഷ്യൻ്റ് ആണെങ്കിലും ഈ പുറത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനാണത്. തവക്കൽ ചെയ്തിട്ട് ഈ ജീവനെ അവർ ആ ഡോക്ടറെ എന്താക്കുകയാണ്, ഏൽപ്പിക്കുകയാണ്.
എന്നിട്ട് ഉരുക്കം പിടിച്ച മനസ്സോട് കൂടിയിട്ട് പുറത്തിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പടച്ചവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു മാറ്റം വരുത്താൻ പറ്റും. ഈ പുറത്തിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് എത്താൻ പറ്റുന്നവർ പരമാവധി എന്താക്കുക, ഒന്ന് പോവുക. എന്നിട്ട് അവർക്ക് ഒരാശ്വാസമാവുക. അവർ വെള്ളം കുടിച്ചോ, ഭക്ഷണം കഴിച്ചോ, നിനക്ക് കുറച്ച് കിടക്കണം തോന്നുന്നുണ്ടോ, അതുമല്ലെങ്കിൽ എന്താണോ അവർക്ക് സമാധാനം ഉണ്ടാവുന്ന കാര്യങ്ങൾ അവരോട് സംസാരിക്കുക. ഇനി അവരുടെ അടുത്തില്ലാത്തവരാണെങ്കിലോ അവരെ ഒന്നുകിൽ വിളിച്ചിട്ടോ, ഇപ്പം നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടോ എന്താക്കുക, നമ്മൾ അവർക്ക് ആശ്വാസമാവുക. അവിടെ നമ്മൾ പേഷ്യൻറ്റിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ പുറത്ത് കാത്തിരിക്കുന്ന ഈ ഉരുക്കം പിടിച്ച ആളുകളുണ്ടല്ലോ, ഇത് അനുഭവിക്കാത്തവരൊക്കെ വളരെ കുറച്ചേ ഉണ്ടാവും. നമ്മളിൽ എല്ലാവരും ഈ ഒരു സംഭവം അനുഭവിച്ചവരായിരിക്കും. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളവിടെ എന്താക്കുക, ഇടപെടുക. ഈ പേഷ്യൻറ്റിനെ നമ്മൾ കുറേ ദിവസത്തേക്ക് കാണണം എന്നൊന്നുമില്ല. അവരെ പരമാവധി കുറേ ദിവസം കഴിഞ്ഞ് കാണുന്നതാണ് നല്ലത്. അവരുടെ ആരോഗ്യത്തിന്, അവരുടെ ഹെൽത്തിന് അതാണ് നല്ലത്. അതേപോലെ ഞാൻ അവിടെ ഹോസ്പിറ്റലിലുള്ള സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള് അവിടെ ഡെലിവറിക്ക് ഉണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ വന്ന് ലേബർ റൂമിൽ കയറ്റിയിട്ട് പിറ്റേന്ന് ഉച്ചക്കാണ് ഡെലിവറി നടക്കുന്നത്. അത്രയും സമയം പെൺകുട്ടിയുടെ ഉമ്മ, അതായത് എൻ്റെ ഫ്രണ്ടും ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ചില സമയങ്ങളിൽ ഇത് ഹസ്ബൻഡ് മാത്രമായിരിക്കും. നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾക്കാണ്, അല്ലെങ്കിൽ മറ്റൊരു കൺട്രിയിൽ, മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾക്കാണ് ഇത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം അവിടെ നമ്മുടെ പരിചയത്തിലുള്ളവർക്ക്, നമ്മുടെ സൗഹൃദങ്ങളിലുള്ളവർക്കൊക്കെ നമ്മൾ ഇതുപോലെ അവരുടെ കൂടെ നിന്നിട്ട് ആ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആശ്വാസമാവാൻ നമ്മൾ ശ്രദ്ധിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്ന നിലക്ക് അദ്ദേഹത്തിന് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോ ദിവസവും നമ്മളെ എന്താക്കിക്കൊണ്ടിരിക്കുക, മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക, ബെറ്ററാക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ സാലിമ എന്നെ ഇക്കൊല്ലം ആയാൽ ശരിയാവില്ലല്ലോ. മാറ്റം വേണം അല്ലേ? നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവങ്ങളിൽ, ആളുകളോടുള്ള ഇടപെടലിൽ, ആളുകളെ മനസ്സിലാക്കുന്നതിൽ, ആളുകളെ വിലയിരുത്തുന്നതിൽ, ആളുകളോട് സംസാരിക്കുന്നതിൽ, അങ്ങനെ ഓരോ ഇടങ്ങളിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക. പടച്ച റബ്ബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.